പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ മുൻപിലേക്ക് ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഇന്ന് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടു പാടും. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചറിയിക്കട്ടെ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിനോട് ചേർന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടു പാടും. ഇന്ന് പകൽ ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടില്ല എന്ന്. കാരണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു നന്മ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നാം ഇന്ന് ഭൂമിയുടെ പരപ്പിൽ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ നന്മയാണ്. സ്തോത്രം. നാം പറയത്തക്ക നന്മകൾ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്തോത്രം, പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, നല്ല ഭവനമുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ദൈവം നന്മ ചെയ്തു. നല്ലൊരു വില കൂടിയ വാഹനമുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തു. നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ നമ്മൾ പറയാറുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തു. നല്ല സാലറിയുള്ള ഒരു ജോലി ലഭിച്ചാൽ നമ്മൾ പറയാറുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തു. ഞാൻ പറയട്ടെ, ഇതൊക്കെ ദൈവത്തിൻ്റെ നന്മകൾ, ദൈവം ചെയ്യുന്ന നന്മകളുടെ ഓരോ ഭാഗങ്ങൾ ആണെങ്കിൽ പോലും യഥാർത്ഥവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദോഷികളായിരുന്ന നമ്മൾ, പാപികളായിരുന്ന നമ്മെ, അകൃത്യത്തിൽ മരിക്കേണ്ടിയിരുന്ന നമ്മെ കാൽവറിയിൽ തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്ക് മറുവിലയായി നൽകി, നമുക്ക് പകരം മുറിവേറ്റ്, നമുക്ക് പകരം തൻ്റെ പ്രാണനെ നൽകി നമ്മെ സ്നേഹിച്ചു. ഇതാണ് ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നന്മ ഓർത്താൽ പാടാതിരിക്കാൻ കഴിയുമോ? നിങ്ങളൊരു പക്ഷേ യേശു നിങ്ങളെ സൗഖ്യമാക്കിയവരായിരിക്കും. നിങ്ങളായിരുന്ന രോഗത്തിൽ നിന്ന് നിങ്ങളെ സൗഖ്യമാക്കിയവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ പാപത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ സാമ്പത്തികമാകുന്ന വലിയ തകർച്ചകളിൽ നിന്ന് കർത്താവ് അനുഗ്രഹിച്ച് പുറത്തു കൊണ്ടുവന്ന വ്യക്തിയായിരിക്കാം. എപ്രകാരമുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് ജീവിതത്തിൽ ചെറിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വൈകുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പിണങ്ങി പലരും ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭക്തന്മാരെ പോലും, വിശുദ്ധന്മാരെ പോലും ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ അലറുന്ന സിംഹം എന്ന പോലെ പിശാച് നിൽപ്പുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന്, യേശു നമ്മോട് കാണിച്ച സ്നേഹം, അത് തന്നെയാണ് ഏറ്റവും
ഏറ്റവും വലിയ നന്മ. ഇതുപോലെ നന്മ ചെയ്ത ലോകത്തിൽ മറ്റാരുമില്ല. എത്ര നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരായാൽ പോലും ഒരുപക്ഷെ നല്ല സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയേ, നല്ല സ്നേഹിക്കുന്നൊരു ഭാര്യയായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയേ, ഒത്തിരി സ്നേഹിക്കുന്ന മക്കളെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയേ. പക്ഷെ ഒരുപക്ഷെ ആരും തൻ്റെ അവസാനത്തുള്ള രക്തവും നൽകി സ്നേഹിക്കാറില്ല, പ്രാണൻ നൽകി സ്നേഹിക്കാറില്ല. എന്നാൽ യേശു സ്നേഹിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാത്ത ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഇന്ന് പകൽ ആ നാമത്തെ വിളിക്കാൻ നീ തയ്യാറായാൽ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് വരും. നിൻ്റെ ജീവിതത്തിൽ വലിയ നന്മകളെ കർത്താവ് ചെയ്യുവാൻ ഇടയാകും. യേശുവിനെ കൈവിടരുത്. യേശുവിനെ, നമ്മെ സ്നേഹിച്ച യേശുവിന് നിൻ്റെ ജീവിതം കൊടുക്ക്. ആ യേശുവിനെ തിരികെ സ്നേഹിക്ക്. ഈ നാളുകളിൽ സ്തോത്രം, ദേശത്തിൻ്റെ നടുവിൽ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു കർത്താവാണ് എൻ്റെ കർത്താവ്. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് ഇവരെ അനുഗ്രഹിച്ചാണ്. ഞങ്ങൾ പ്രാപിച്ച ആ വലിയ നന്മ തൻ്റെ മക്കൾ പ്രാപിപ്പാൻ അങ്ങ് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളെ അങ്ങയുടെ ദാസന അധികാരത്തിൽ അടിയനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ചാണ്ട് മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.